Hi everyone. Today our video is about ratio analysis. This is a new chapter from your subject management accounting and accounting ratio അഥവാ ratio analysis financial statementsലെ തന്നെ one of the important technique ആണ്. Because it is widely used technique of financial analysis. വളരെ പൊതുവായി ഉപയോഗിച്ച് വരുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ടൂൾ ഡെവലപ്പ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇത് ഫസ്റ്റ് മെയ്ഡ് ചെയ്തത് അലക്സാണ്ടർ വാൾ 1919 ഇത് കൊണ്ടുവന്നത്. സോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതൊരു അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു വൺ നമ്പർ അല്ലേ, ഇൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഒരു നമ്പറിന് മറ്റൊരു നമ്പറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ആണെന്ന് പറയാം. ദെൻ എങ്ങനെയാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്? ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദ അതർ നമ്പർ അല്ലേ. നമുക്ക് നമ്മൾ റേഷ്യോ അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? It refers to one number expressed in terms of another number അല്ലെങ്കിൽ it is a numerical relationship between two figures. So it is found by dividing one number by the other number. Okay, so accounting ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a figure meaningful when it is compared with the other some information. അതിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിയർലി നെറ്റ് പ്രോഫിറ്റ് ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. അതപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് പെർഫോമൻസ് എന്ന് വിചാരിക്കുന്നു. ബട്ട് നമ്മളിത് ആക്ച്വൽ കമ്പയർ ചെയ്യുകയാണ് സെയിൽസ് ഫിഗേഴ്സ് ഫോർ ദ കറസ്പോണ്ടിങ് പീരീഡ്. അതായത് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ നെറ്റ് പ്രോഫിറ്റിനെ സെയിൽസ് ഫിഗേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. വിച്ച് ഈസ് 1 crore ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഗുഡാണോ ബാഡാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് പേഴ്സൻറ്റേജ് ഓഫ് ദ പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ, എത്ര സെയിൽസ് നടത്തി അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നാണ് കിട്ടുന്നത്. സോ കമ്പാരിസൺ ഓഫ് നെറ്റ് പ്രോഫിറ്റ് വിത്ത് ദ സെയിൽസ് ടേൺ ഓവർ ഇൻഡിക്കേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ക്ലിയർ? മനസ്സിലായോ? സോ ഇതാണ് അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞത്? ഇപ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്കൊരു 1 lakh കിട്ടി. സോ 1 lakh നെറ്റ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഇറ്റ്സ് എ ഗുഡ് പെർഫോമൻസ്. ബട്ട് ആക്ച്വലി ഇത് ഗുഡ് പെർഫോമൻസ് ആണോ? ആ ഗുഡ് പെർഫോമൻസ് ആണ് അല്ല എന്ന് ആണെങ്കിലും അല്ലെങ്കിലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം? ആ കറസ്പോണ്ടിങ് പീരീഡിൽ തന്നെ സെയിൽസ് ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് സെയിൽസ് ഫിഗേഴ്സ് നോക്കുമ്പോൾ അത് എത്രയാണ്? 1 crore ആണ്. സോ പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1% ഉണ്ടാവുള്ളൂ. ബിക്കോസ് 1 lakh ഡിവൈഡഡ് ബൈ 1 crore ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സെയിൽസിൻ്റെ 1% മാത്രമാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുകയുള്ളൂ. മനസ്സിലായോ? സോ ഇങ്ങനെ നമുക്ക് പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Clear? So according to J. Batty, the term accounting ratio is used to describe the significant relationship which exists between the figures shown in a balance sheet, profit and loss, budgetary control or any other part of the organization. So accounting ratios generally നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ figures shown in the balance sheet or profit and loss account or budgetary control systems or so any other part of the accounting organization. മനസ്സിലായോ? I think you are very well clear. നമുക്കിനി ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ ഓഫ് റേഷ്യോ അനലൈസിസ് എന്താണെന്ന്. So definition of ratio analysis according to Mayers, ratio analysis of financial statements is a study of the relationship among the various financial factors in a business as disclosed by a single set of statements and a study of trend of these factors as shown in a series of statements. So definition നന്നായി പഠിച്ചോളുക. റേഷ്യോ അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പ് ഫിഗേഴ്സിൻ്റെ സ്റ്റഡിയാണ്. ആൻഡ് വേരിയസ് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു, ഫിനാൻഷ്യൽ അനലൈസിസ് നടത്താൻ സാധിക്കുന്നു. So that is the definition of ratio analysis. In what about the objectives of the ratio analysis? Objectives അല്ലെങ്കിൽ purpose of ratio analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാം, നമുക്ക് to study about the short term solvency അല്ലെങ്കിൽ study about the long term solvency of the firm അല്ലെങ്കിൽ profitability of the firm മനസ്സിലാക്കിയെടുക്കാൻ, to determine the profitability of the firm, to measure the performance അല്ലെങ്കിൽ കമ്പയർ ദ പെർഫോമൻസ് വിത്ത് പാസ്റ്റ് പെർഫോമൻസും പ്രസൻറ്റ് പെർഫോമൻസിന് ഒരു കമ്പാരിസൺ സ്റ്റഡി ചെയ്യണമെന്നെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രോസസ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയാം. ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓൺ വീക്ക്നെസ് ഓഫ് എ ഫേം, സ്ട്രെങ്ത് കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി കുറവാണോ കൂടുതലാണോ വീക്കാണോ സ്ട്രോങ് ആണോ എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് അത്. ആൻഡ് ആൾസോ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്, റേഷ്യോ അനലൈസിസ് ഉപയോഗിക്കാവുന്നതാണ്. ടു എനേബിൾ ദ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ടു. സോ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനലൈസിസ് നമുക്ക് പറയാൻ പറ്റുന്നത്? ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്ത്നെസ് ഓഫ് ദ കമ്പനി, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം. അല്ലെങ്കിൽ കറണ്ട് ക്യാഷ് ഫ്ലോ എത്രയാണ്, കറണ്ട് വർക്കിംഗ് ഓപ്പറേഷനുള്ള ക്യാഷ് അവരുടെ കയ്യിലുണ്ടോ, അത് സ്ട്രെങ്ത് ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഷോർട്ട് ടേം സോൾവൻസി, ഷോർട്ട് ടേം പീരീഡിലുള്ള ഫിനാൻഷ്യൽ പർപ്പസിനുള്ള അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനുള്ള ഫണ്ട് അവൈലബിൾ ആണോ. ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി, ലോങ് ടേം ലൈബിലിറ്റീസ് എല്ലാം എന്താ പറയുക, അത് ലോങ് ടേം ലൈബിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അടക്കാനായിട്ടുള്ള സോൾവൻസി എബിലിറ്റി അവർക്കുണ്ടോ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട്. ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി, മെഷർ ദ പെർഫോമൻസ്, ഇവാലുവേറ്റ് ദ കറണ്ട് ഓപ്പറേഷൻസ്, കമ്പയർ ദ പെർഫോമൻസ്, ടു സ്റ്റഡി ദ എഫിഷ്യൻസീസ്, ടു സ്റ്റഡി ദ റിസ്ക് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഓൾസോ ടു കമ്മ്യൂണിക്കേറ്റ്. അതാണ് മെയിനായിട്ട്, കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, മാനേജ്മെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചിട്ട്. ആൻഡ് ടു എനേബിൾ ദ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഓൾസോ. സോ ഇത്രയും നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് റേഷ്യോ അനലൈസിസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് അക്കൗണ്ടിങ് റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു. സോ എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ഒന്ന്, നമുക്ക് പ്രപ്പോർഷൻ വൈസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് വൈസിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈംസ് കേസസിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോമിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ എക്സ്പ്രഷൻസ് ഓഫ് ദ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രീതിയിലാണ്. ഒന്ന് പ്രൊപ്പോർഷൻ, ഒന്ന് പെർസെൻറ്റേജ്, ഒന്ന് ടൈംസ് ആൻഡ് അതർ ഫ്രാക്ഷൻ. സോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഫിഗേഴ്സിനെ നമുക്ക് ഒരു കോമൺ ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് അസറ്റ്സ് ഒരു 1,50,000 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഒരു 50,000 ഉള്ളൂ എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷൻ എങ്ങനെ വരും? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റിയുടെ റേഷ്യോ പ്രൊപ്പോർഷൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് 1,50,000 ഡിവൈഡഡ് ബൈ 50,000. സോ അതെങ്ങനെയാണ്? 3:1 അല്ലേ? നമുക്ക് ആ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സിനെ അപേക്ഷിച്ച് കറണ്ട് ലയബിലിറ്റിയുടെ റിലേഷൻഷിപ്പാണ് എന്ത്? 3:1. ഓക്കെ. ദെൻ അതുപോലെ പേഴ്സൻറ്റേജ് വൈസിലേക്ക് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് റേഷ്യോ എന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് നമ്മളെ പേഴ്സൻറ്റേജിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്? അതായത് ഈ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ മറ്റൊരു നമ്പർ ഇൻറ്റു 100 അല്ലേ? സോ നമുക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് ലെവലിൽ കിട്ടും. അതും ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ സെയിൽസ് ഒരു 4 lakh ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ തന്നെ ഒരു കമ്പനിയുടെ സെയിൽസ് 4 lakh ആണെന്ന് വിചാരിക്കുക. പക്ഷേ ആ പ്രസൻറ്റ് അക്കൗണ്ടിങ് പീരീഡിൽ നെറ്റ് പ്രോഫിറ്റ് 80,000 ആണെന്ന് വിചാരിക്കുക. സോ ആ ഒരു പ്രൊപ്പോർഷൻ, സെയിൽസ് ഈസ് ടു പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് 80,000, അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ? 80,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 നമുക്ക് എന്ത് കിട്ടുന്നു? ദാറ്റ് വി ഗോട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് പെർസെൻറ്റേജ് ഈസ് 20%. മനസ്സിലായോ? സോ എക്സ്പ്രഷൻ ഓഫ് ദ റേഷ്യോ ഇൻ പെർസെൻറ്റേജ് അങ്ങനെയായിരിക്കും. ദെൻ ടൈംസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്
particular figure is compared to another figure. For example, ഇപ്പോൾ സെയിൽസ് ഇയർ 4 lakh ആണെന്ന് വിചാരിക്കുക, ഫിക്സ്ഡ് അസറ്റ്സ് 1 lakh ആണെന്ന് വിചാരിക്കുക. സോ എത്രയാണ് ദ സെയിൽസ് ഫിക്സ്ഡ് അസറ്റ്സ് റിലേഷൻഷിപ്പ്? ദാറ്റ് ഈസ് 4 times അല്ലേ. 1 lakh ഉള്ളു ഫിക്സ്ഡ് അസറ്റ്സ്, ദെൻ സെയിൽസ് ഈസ് 4 lakh. സോ 4 മടങ്ങ് 4 times ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആണ് നമ്മൾ എന്ത് പറയുക, സെയിൽസ് എന്ന് പറയുക. സോ ടൈംസ് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ ഫ്രാക്ഷൻ ആണെങ്കിലോ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഷെയർ ക്യാപിറ്റൽ ഈസ് 3 lakh ആൻഡ് ഫിക്സ്ഡ് അസറ്റ്സ് ഈസ് 2,40,000. റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4/5. 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh അല്ലേ. സോ ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റേഷ്യോസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഷെയർ ക്യാപിറ്റൽ ഒരു 3 ലക്ഷം ആണെന്ന് വിചാരിക്കുക, ഫിക്സ്ഡ് അസറ്റ്സ് അതുപോലെ 2,40,000 ആണെന്ന് വിചാരിക്കുക. സോ റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 ആണ്. ഇതെങ്ങനെ കിട്ടിയത്? ദാറ്റ് ഈസ് 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh. മനസ്സിലായോ? സോ ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ്റെ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ ടൈംസിൻ്റെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം, പെർസെൻറ്റേജിൻ്റെ രീതിയിലും നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോനെ എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ പ്രൊപ്പോർഷൻ്റെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ബട്ട് അതിൻ്റെ നീഡ് എന്താണ്? ടു മെഷർ ദ പെർഫോമൻസ്, ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ആൻഡ് ലോങ് ടേം സോൾവൻസി, ഓർ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, to communicate the strength and weakness and to enable the managerial decision making. So ഇതാണ് പർപ്പസ് ഓഫ് റേഷ്യോ അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പർപ്പസ് ആൻഡ് നീഡ്സ് ഓഫ് റേഷ്യോ അനലൈസിസ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് അഥവാ റേഷ്യോ അനാലിസിസ്. ഈ റേഷ്യോ അനലൈസിസിനെ തന്നെയാണ് നമ്മൾ എന്തിനായിട്ട് വിളിക്കുന്നത്, അക്കൗണ്ടിങ് റേഷ്യോ എന്നും വിളിക്കുന്നത്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജസ്, നമുക്ക് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റിന് റേഷ്യോ അനലൈസിസിൻ്റെ ഹെൽപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ബിക്കോസ് മാനേജ്മെൻറ്റിന് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എഫിഷ്യൻസി മെഷർ ചെയ്യാനും കമ്മ്യൂണിക്കേഷന് കൺട്രോളിങ്ങിന് ആൻഡ് ഇൻ്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺസ് എല്ലാം തന്നെ മാനേജീരിയൽ യൂസസ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. So it is the one of the important tool of analyzing the financial statements, and it helps in understanding the financial health and the trend of the business, and it helps the management in formulating, forecasting, decision making, knowing the trend, measuring the efficiency and comparison. So ഇങ്ങനെയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. And what are the advantages of ratio analysis to the shareholders and the investors? Because it helps the investors in selecting the best company ഫോർ ഇൻവെസ്റ്റിംഗ് ദെയർ ഫണ്ട്. അല്ലേ, ഈ റേഷ്യോ അനലൈസിസ് മനസ്സിലാക്കുന്ന ഒരു പബ്ലിക്കിനോ ഷെയർ ഹോൾഡറിനോ ഇൻവെസ്റ്ററിനോ ഏത് കമ്പനിയാണ് ബെസ്റ്റ് ഇൻ ഫണ്ട്സ് നമുക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഷെയർ ഹോൾഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പെർഫോമൻസ് ഓഫ് ദ കമ്പനി ആൻഡ് ഓൾസോ ടു കാൽക്കുലേറ്റ് ദ പ്രൈസസ് ഓഫ് ദ ഷെയർസിനും റേഷ്യോ അനലൈസിസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സിന് എന്ത് അഡ്വാൻറ്റേജസ് ആണ് റേഷ്യോ അനലൈസിസ് കൊടുക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് ലിക്വിഡിറ്റി പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ക്യാഷ് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് ക്രെഡിറ്റേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നു. കമ്പനിയുടെ ഈ ഒരു ഈവൻ ദ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് നോക്കിയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് നോക്കിയാലും ബഡ്ജറ്റിംഗ് ക്യാപിറ്റൽ നോക്കിയാലും ഒക്കെ അവർക്ക് എന്ത് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു? ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കമ്പനി ടു. ദെൻ എംപ്ലോയീസിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് റേഷ്യോ അനലൈസിസ് വഴി? ഇറ്റ് ഹെൽപ്സ് ദം ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ആൻഡ് ടു ഡിമാൻഡ് മോർ വേജസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഇതെല്ലാം അവർക്ക് എപ്പോഴാണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കമ്പനി സോ ദാറ്റ് ദേ ക്യാൻ എൻഷുർ ദ ജോബ് സെക്യൂരിറ്റി. സോ എന്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത്, ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഒരു അനലൈസ് ചെയ്യാനായിട്ടൊക്കെ എംപ്ലോയീസിന് റേഷ്യോ അനലൈസിസ് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഗവൺമെൻറ്റിന് എന്താണ് അഡ്വാൻറ്റേജസ്? ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു സ്റ്റഡി ദ കോസ്റ്റ് സ്ട്രക്ചർ. അല്ലേ, അതിൽ നിന്ന് ഗവൺമെൻറ്റിന് വേരിയസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാം ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്.
സോ പ്രൈസ് കൺട്രോൾ മെഷേഴ്സൊക്കെ എപ്പോഴാണ് കൊണ്ടുവരണേന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിനും എടുക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ദ റേഷ്യോ അനലൈസിസ് ടു അനലൈസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, simplification of the accounting figures, assessments of the operational efficiency, determining the trends in the long run, identification of the strength and weakness, and comparison of the performance. So advantages to the management, shareholders, creditors, employees and government as well. So in short, നമുക്ക് എന്ത് പറയാം, ratio analysis helps to judge the operational efficiency, the liquidity, profitability, solvency and growth potential of a firm. Then limitations of ratio analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it doesn't take into consideration inflationary effects because some inherent limitations of accounting are there. Ratios are calculated from accounting records, so it suffer from inherent limitations. ആ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്ന് മാത്രമാണ് എന്തെടുക്കുന്നത്, ഈ ഒരു ഇൻഫോർമേഷൻ എടുത്തിട്ടാണ് റേഷ്യോ അനലൈസിസ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നോൺ മോണിറ്ററി, ഓൺലി മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രമാണ് റേഷ്യോ അനലൈസിസ് എടുക്കുന്നുള്ളൂ. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല എന്നും മറ്റൊരു ലിമിറ്റേഷൻസ് ആണ്. മോണിറ്ററി മീൻസ് എന്താ, മണി റിലേറ്റഡ് മാറ്റേഴ്സ്. നോൺ മോണിറ്ററി നോൺ എക്കണോമിക്കൽ. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ബാങ്ക് വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ ബോറോവർ. അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ്, ഫിനാൻഷ്യൽ ബാലൻസ് ഓഫ് ആൻ ഇൻവെസ്റ്ററിനെ കാട്ടി മെയിനായിട്ട് എന്താണ് ഒരു ക്യാരക്ടർ എന്ന് ആയിരിക്കും ബാങ്കിന് അറിയേണ്ടതായിട്ട് ഉള്ളത്. സോ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ റേഷ്യോ അനലൈസിസ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് വിൻഡോ ഡ്രസ്സിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഈസിലി ബി വിൻഡോ ഡ്രസ്. ദിസ് ഇസ് ഡൺ ബൈ മാനിപ്പുലേറ്റിംഗ് അക്കൗണ്ട്സ്. സോ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പ്രോഫിറ്റബിലിറ്റി പൊസിഷനൊക്കെ കൂട്ടി കാണിക്കാനായിട്ടൊക്കെ പറ്റും. അതുകൊണ്ട് വിൻഡോ ഡ്രസ്സിങ്ങിൻ്റെ ഒരു എഫക്റ്റ് റേഷ്യോ അനലൈസിസിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ദെൻ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ മേ അഫക്ട് ദ കമ്പാരബിലിറ്റി ഓഫ് ദ റേഷ്യോസ്. ആൻഡ് lack of adequate standards. Calculated ratios are to be compared with the standard ratio. ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ല, എന്താണ് റിസൾട്ട് അതാണ് പറയുന്നത്, ഒരു കമ്പാരിസൺ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഡസൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻഫ്ലേഷണറി എഫക്ട്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. Two different, not useful while comparing the companies of two different industries in the companies comparison നടക്കില്ല. വിൻഡോ ഡ്രസ്സിങ്, മാനിപ്പുലേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അക്കൗണ്ടിങ് പ്രാക്ടീസസിൻ്റെ ഡിഫറൻസസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു സെറ്റിങ്സ്, അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ല കമ്പയർ ചെയ്യാനായിട്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ മാത്രം എടുക്കുന്നുള്ളൂ, മോണിറ്ററി ഫാക്ടേഴ്സേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. സോ ഇത്രയാണ് റേഷ്യോ അനലൈസിസിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടും പറയുന്നത്. സോ ഐ തിങ്ക് യു ആർ വെരി വെൽ ക്ലിയർ അബൌട്ട് ടുഡേ ടോപ്പിക് ആൻഡ് താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.